എന്താടോ ഭാര്യ ഇത്? ഇത്രയും അടുത്ത് ഞാനിവിടെ ഉള്ളപ്പോൾ പിന്നെ താൻ എന്തിനാടോ ഭഗവാനെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തുന്നേ? വൈഭവിന്റെ കുറുമ്പോടെയുള്ള ചോദ്യം കാതിലെത്തിയപ്പോഴാണ് അവൾ ഇറുക്കിയടച്ച തന്റെ കണ്ണുകൾ തുറന്നു നോക്കിയത്. ഒരു കള്ളച്ചിരിയോടെ തന്നെത്തന്നെ നോക്കുന്നവനെ കണ്ടപ്പോഴാണ് ശിവയ്ക്ക് മനസ്സിലായത് വൈഭവിന്റെ കൈകളിലാണ് താൻ കിടക്കുന്നതെന്ന്. മുന്നിൽ കാണുന്ന കാഴ്ച വിശ്വസിക്കാനാവാതെ വായും തുറന്ന് കണ്ണും തള്ളി നിന്നു അഞ്ജലിയും കാർത്തികയും. ഡോക്ടറെ, ഇതെന്താ ഈ കാണിക്കുന്നേ? താഴെ നിർത്തന്നെ, അവളൊരു വിറയലോടെ അവനോട് പറഞ്ഞു. താഴെ നിർത്താനില്ലല്ലോ പൊക്കിയത്. തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ഇപ്പൊ നമുക്ക് ഇങ്ങനെ അമ്പലത്തിലോട്ട് പോകാം. ഇതെന്തിനാ അങ്ങനെയെന്ന് നമുക്ക് ഈ CCTV-കളുടെ ഇടയിൽ നിന്ന് അങ്ങോട്ട് മാറിയിട്ട് പറഞ്ഞു തരാം. അവൻ പതിയെ അവൾക്ക് കേൾക്കാൻ പാകത്തിന് പറഞ്ഞതും ശിവയുടെ നോട്ടം അഞ്ജലിക്കും കാർത്തികയ്ക്കും നേരെ നീണ്ടു. തങ്ങളെ തന്നെ നോക്കി അന്തം വിട്ട് നിൽക്കുന്നവരെ കണ്ടതും പെണ്ണിന് കാര്യം പിടികിട്ടി. ഷോ, എന്താ ഏട്ടാ ഇത്? ഇങ്ങനെ എടുത്തു പോകുമ്പോഴൊക്കെ ഒരു സിഗ്നൽ എങ്കിലും തരണ്ടേ? ഇത് പബ്ലിക് പ്ലേസ് അല്ലേ? ചുമ്മാ നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെയൊക്കെ ഇങ്ങനെ ചെയ്യാവോ? എനിക്ക് നാണം വന്നു. ശിവ വൈഭവിന്റെ തോളിൽ കൂടി കൈകൾ ചുറ്റിപ്പിടിച്ച് മുഖത്ത് കുറച്ച് നാണം വരുത്തി ഒന്ന് ചുറ്റിനു നോക്കി അവനോടായി പറഞ്ഞത്. ശിവയുടെ പെട്ടെന്നുള്ള മാറ്റം കണ്ട് വൈഭവ് ഒന്ന് ഞെട്ടി. ശിവ അവനെ ഒന്ന് കണ്ണടച്ചു കാണിച്ചു. നീ ആള് കൊള്ളാമല്ലോ. ആക്ഷൻ പറയും മുന്നേ അഭിനയം തുടങ്ങിയോ? അവൻ കുറുമ്പോടെ പയ്യെ പറഞ്ഞുകൊണ്ട് അവളെയും എടുത്ത് മുന്നോട്ട് നടന്നു. പിന്നില്ലാതെ, മുകേഷ് ഏട്ടൻ ഹരിഹർ നഗർ സിനിമയിൽ പറയുന്നത് കേട്ടിട്ടില്ലേ? ഓടി നിന്ന പട്ടിക്ക് ഒരു പുഴ മുമ്പേ എന്ന്. ഈ 2 CCTV-കൾ കൂടെ കയറിയപ്പോഴേ ഓർത്തതാ ഇന്ന് ഞാൻ അഭിനയിച്ച് മരിക്കുമെന്ന്. വലിയ എന്തോ കാര്യം പോലെ അവന്റെ ചെവിയോരം അവൾ പറഞ്ഞതും വൈഭവ് ഒന്ന് പൊട്ടിച്ചിരിച്ചു പോയി. ശിവയുടെ ഉണ്ടക്കണ്ണുകൾ ആ ചിരി ഒപ്പിയെടുത്തു. ആദ്യമായാണ് വൈഭവ് ഇങ്ങനെ ഉറക്കെ ചിരിക്കുന്നത് അവൾ കാണുന്നത്. അവൾ അറിയാതെ തന്നെ അവന്റെ മുഖത്തു നിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കിടന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് അവർക്ക് പിറകെ വന്ന അഞ്ജലിയുടെ മുഖം വലിഞ്ഞു മുറുകി. അമ്പലത്തിൽ അധികം തിരക്കില്ലായിരുന്നു. അമ്പലത്തിനുള്ളിലേക്ക് കയറിയതും വൈഭവ് തന്റെ ഷർട്ട് ഊരി മാറ്റാൻ തുടങ്ങി. 6 അടി പൊക്കവും അതിനൊത്ത ഫിറ്റായ ശരീരവുമാണ് വൈഭവിന്റെ. അഞ്ജലിയുടെയും കാർത്തികയുടെയും കണ്ണുകൾ അവന്റെ ആ ശരീരത്തിലൂടെ ഓടി നടന്നു. എന്റെ മഹാദേവ, ഇങ്ങേര് ശരിക്കും ഡോക്ടർ തന്നെയാണോ? ഡോക്ടർമാർക്ക് ഇത്രയും ബോഡി വരുമോ ദൈവമേ? അവന്റെ സിക്സ് പാക്കും ദൃഢമായ നെഞ്ചും എല്ലാം കണ്ട് ശിവ പറഞ്ഞു. അതെന്താ, ഡോക്ടർമാർക്ക് സിക്സ് പാക്ക് പറ്റില്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിരികം വന്നു പൊക്കി വൈഭവ് അവളെ നോക്കി ചോദിച്ചപ്പോഴാണ് ശിവക്കൊച്ചിന് പറ്റിയ അബദ്ധം മനസ്സിലായത്. അവന്റെ മസിൽ കണ്ട് മനസ്സിൽ ചോദിക്കും പോലെ ചോദിച്ചതാണ്. പക്ഷേ നാവ് ചതിച്ചു. ശിവ ചോദിച്ചപ്പോൾ കുറച്ച് ഉറക്കെയായിപ്പോയി. അതവൾക്ക് അടുത്തു നിന്ന വൈഭവ് കറക്റ്റായിട്ട് കേൾക്കുകയും ചെയ്തു. അല്ല, അത് പിന്നെ, ഈ നല്ല ഡോക്ടർമാരൊക്കെ മാക്സിമം സമയവും പേഷ്യൻസിന് വേണ്ടി ചിലവാക്കുന്നവരാ. അല്ലാതെ ഇയാളെ പോലെ മസിൽ ഉരുട്ടിക്കേട്ടാൻ നോക്കുന്നവർ അല്ല. അതാ ഞാൻ പറഞ്ഞത്. ശിവ നിന്ന് ഒന്ന് ഉരുണ്ട് കളിച്ചു പറഞ്ഞതും വൈഭവിൽ ഒരു ചിരി നിറഞ്ഞു. അവന്റെ കയ്യിൽ നിന്ന് ഷർട്ട് വാങ്ങി കയ്യിൽ പിടിച്ച് തിരിയുമ്പോഴാണ് വൈഭവിനെ തന്നെ നോക്കി നിൽക്കുന്ന അഞ്ജലിയെ ശിവ കാണുന്നത്. ഓ, ഈ കാട്ടുകോഴിക്ക് അമ്പലത്തിനകത്തും റെസ്റ്റില്ലെന്ന് തോന്നുന്നു. അഞ്ജലിയെ ഒന്നിരുത്തി നോക്കി ശിവ പറഞ്ഞു. എന്തായാലും അവളെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലെന്ന് ഓർത്തുകൊണ്ട് ശിവ ഓടിപ്പോയി വൈഭവിന്റെ കയ്യിൽ പിടിച്ചു. അല്ല, നമുക്കൊന്നിച്ചു തൊഴായേട്ടാ. ഇടം കണ്ണാൽ അഞ്ജലിയെ നോക്കി ശിവ വൈഭവിനോട് പറഞ്ഞതും അവനൊന്ന് തലയാട്ടി. ശിവ വൈഭവിനൊപ്പം ചുറ്റമ്പലം കറങ്ങി തൊഴുതു. അവർക്ക് പിറകെ അഞ്ജലിയും കാർത്തികയും നടന്നു. പൂജാരിയിൽ നിന്ന് പ്രസാദം വാങ്ങി അഞ്ജലിയുടെ മുന്നിൽ വെച്ച് തന്നെ ശിവ വൈഭവിന്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. സിദ്ധു പറഞ്ഞത് ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ വൈഭവ് ശിവ ചെയ്യുന്നതിനെല്ലാം നിന്നുകൊടുത്തു. ശ്രീകോവിലെ ഭഗവാന് മുന്നിൽ നിൽക്കുമ്പോൾ വൈഭവിന്റെ മനസ്സ് ശൂന്യമായിരുന്നു. അവനൊന്നും പ്രാർത്ഥിക്കാനില്ലായിരുന്നു. ആശിച്ചതും സ്നേഹിച്ചതും എല്ലാം ജീവിതത്തിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ച ദൈവങ്ങളോട് അവന് അകൽച്ച തന്നെയായിരുന്നു. ശിവ പ്രാർത്ഥിച്ചതിലുപരി മാപ്പപേക്ഷിക്കുകയായിരുന്നു. ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അതിന്റെ ശിക്ഷ അവൾക്ക് മാത്രമേ തരാവൂ എന്ന് അവൾ ഭഗവാനോട് തൊഴുതു പ്രാർത്ഥിച്ചു. വൈഭവ് ഏട്ടനും ശിവാമിയും തമ്മിൽ തെറ്റിപ്പിരിയണേ എന്ന്, ഏട്ടനെ എനിക്ക് തന്നെ തരണേ എന്ന് കാർത്തിക കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവൾക്കരികിൽ നിന്ന അഞ്ജലി കണ്ണുകൾ തനിക്ക് മുന്നിൽ വൈഭവിനൊപ്പം നിൽക്കുന്ന ശിവയിലായിരുന്നു. ഏതു വിധേനയും വൈഭവിനെ അവളിൽ നിന്ന് സ്വന്തമാക്കുമെന്ന് അവൾ ഉള്ളാലെ പ്രതിജ്ഞ ചെയ്തു. വേണ്ട, എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. ഞാൻ പൊയ്ക്കോളാം. പ്ലീസ്, എന്നെ വെറുതെ വിടണം. നിറഞ്ഞൊഴുകുന്ന മിഴിയാലെ അവൾ അപേക്ഷിച്ചു. എന്നാൽ ആ പെണ്ണിന്റെ അപേക്ഷയോ അവളുടെ കരച്ചിലോ അവന്റെ കാതിൽ കേട്ടില്ല. ഉള്ളിൽ കിടക്കുന്ന ലഹരി അവനിൽ ആധിപത്യം സ്ഥാപിച്ചതും ഒരൊറ്റ വലിയിൽ അവൻ ആ പെണ്ണിനെ തന്റെ കിടക്കിലേക്ക്. അവൾക്ക് മേലെ കിടന്ന് അവളുടെ ഇരു കൈകളും അവന്റെ വലത് കൈയാൽ ബന്ധിക്കുമ്പോഴും അവളുടെ കണ്ണുകൾ അവനോട് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു അവളെ ഒന്നും ചെയ്യരുതേ എന്ന്. എന്നാൽ ഉള്ളിൽ അവളോടുള്ള ദേഷ്യത്തിലും ശരീരത്തിൽ കിടന്ന ലഹരിയുടെ പിൻബലത്തിലും അവളിലേക്ക് അവൻ അമർന്നു. പ്ലീസ് ഏട്ടാ, എന്നെ ഉപദ്രവിക്കല്ലേ. കണ്ണീരോടെ ആ പെണ്ണ് പറഞ്ഞു തീർക്കും മുന്നേ അവൻ അവളിലേക്ക് അമർന്നു. അവളുടെ ചെഞ്ചുണ്ടുകൾ കവർന്നിരുന്നു. നോ,
ഒരു നിലവിളിയോടെ കണ്ണുകൾ ആഞ്ഞു വലിച്ചു തുറന്നവൻ ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. അവന്റെ മുഖവും ശരീരവുമെല്ലാം അപ്പോഴേക്കും വിയർപ്പ് തുള്ളികളാൽ കുതിർന്നിരുന്നു. ഉയർന്നു പൊങ്ങുന്ന ശ്വാസഗതി അടക്കി പിടിച്ച് പകപ്പോടെ അവൻ ചുറ്റും നോക്കിയപ്പോഴാണ് താൻ സ്വപ്നം കണ്ടതാണെന്ന് അവന് മനസ്സിലായത്. സ്വപ്നമല്ല, ഓർമ്മ. ആ നശിച്ച ദിവസത്തിന്റെ ഓർമ്മയാണ് ഇന്ന് വീണ്ടും തൻ്റെ കണ്ണിൽ കൂടി മിന്നിമാഞ്ഞത്. ഓർത്തതും അവൻ്റെ കണ്ണിൽ മെഴുനീർ ഉരുണ്ടുകൂടാൻ തുടങ്ങി. അവൻ തൻ്റെ കൈകൾ കൊണ്ട് തലയ്ക്ക് കൊടുത്തു പിടിച്ച് തൻ്റെ മേശയിലേക്ക് കൈകുത്തി നിന്നു. നിറഞ്ഞൊഴുകിയിറങ്ങിയ അവൻ്റെ കണ്ണുകൾ അപ്പോൾ ആ കരിമഷി കണ്ണുകളുള്ള പെണ്ണിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. എന്തിനാ പെണ്ണെ എന്നെ വിട്ടുപോയേ? നിന്റെ കാലിൽ വീണ് ഒരു മാപ്പ് ചോദിക്കാനുള്ള ഒരവസരം എനിക്ക് നൽകും മുന്നേ എങ്ങോട്ടാ നീ എന്നെ വിട്ട് മറഞ്ഞു കളഞ്ഞത്? അവൻ്റെ കണ്ണുകൾ ആഞ്ഞടിച്ചു വിങ്ങിപ്പൊട്ടി. അനി, ഡാ, എന്താടാ, എന്താ പറ്റിയേ? നീ എന്തിനാ നിലവിളിച്ചേ? അനിരുദ്ധിരുന്ന ക്യാബിൻ്റെ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് വന്ന സൂരജ് അവനെ കുലുക്കി വിളിച്ചു. സൂരജിൻ്റെ വിളി കേട്ട് ഒരു ഞെട്ടലോടെ അനിരുദ്ധ് തലപൊക്കി നോക്കിയതും അവൻ്റെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ സൂരജ് കണ്ടു. വീണ്ടും അവളെപ്പറ്റി ഓർത്തു നീ അല്ലേ? സൂരജ് അവനടുത്തേക്ക് ഇരുന്ന് പറഞ്ഞതും അനിരുദ്ധ് ഒന്നും മൂളി. ഡാ, നീ ഓക്കെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ വീണ്ടും നാട്ടിലേക്ക് പോകുന്നത്? അവളുടെ ഓർമ്മകളിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ നീ ഇനി നാട്ടിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞ 2 വർഷമായി ഇവിടെ തന്നെ നിന്നത്? പിന്നെ എന്തിനാ നീ ഇപ്പോൾ ഈ പോക്ക്? പോകണം സൂരജ്. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് വിച്ചുവിൻ്റെ കാര്യം. ഞങ്ങളുടെ കുടുംബത്തിലെ ഏക നെടുന്തൂൺ അവനാ. അവൻ സ്വയം നശിക്കാൻ തീരുമാനിച്ചിറങ്ങിയത്. അതിൽ നിന്ന് അവനെ മാറ്റിയെടുക്കാൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഗോൾഡൻ ചാൻസാണ് ആ പെൺകുട്ടി ശിവാമി. വിച്ചുവിനെയും ആ കുട്ടിയെയും ഒന്നിപ്പിക്കണം എനിക്ക്. എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവിതം അവന് വേണം. എന്നെപ്പോലെ എങ്ങും എത്താതെ പോകരുത് അവൻ. അതിനുവേണ്ടി എനിക്ക് നാട്ടിൽ പോയേ പറ്റൂടാ. നിന്റെ ഇഷ്ടം. അനി പറഞ്ഞത് കേട്ട സൂരജ് ഒന്ന് നിശ്വസിച്ചു. ഇനി അവനെ തടഞ്ഞിട്ട് കാര്യമില്ലെന്ന് സൂരജിനെ അറിയാം. കാരണം അവനറിയാമായിരുന്നു അനിക്ക് അവൻ്റെ അനിയൻ വൈഭവ് എത്ര പ്രിയപ്പെട്ടവനാണെന്ന്. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്. എഴുന്നേറ്റ് വീട്ടിൽ പോകാൻ നോക്ക്. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞ്. ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങ്. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇല്ലടാ, ഞാൻ ഓക്കെയാണ്. നാട്ടിൽ പോകും മുമ്പ് തീർക്കാൻ കുറച്ചേറെ വർക്കില്ലേ? ഞാൻ അതൊക്കെ ഒന്ന് തീർക്കട്ടെ. നടക്കില്ല മോനെ അനിരുദ്ധ, എഴുന്നേറ്റേ. സൂരജ് അവനെ കസേരയിൽ നിന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചു പറഞ്ഞു. അനി ഒന്നുകൂടെ അവനോട് പറഞ്ഞു നോക്കിയെങ്കിലും സൂരജ് സമ്മതിച്ചില്ല. അവനെ നിർബന്ധിച്ച് അനിയെ ഫ്ലാറ്റിലേക്ക് പറഞ്ഞു വിട്ടു. അമേരിക്കയിലുള്ള മംഗൾ ബിസിനസിന്റെ ചുമതല മാധവന്റെ മൂത്ത മകൻ അനിരുദ്ധിനാണ്. കഴിഞ്ഞ 4 വർഷങ്ങളായി അവൻ അവിടെ തന്നെയാണ്. അമ്പലത്തിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയതും അഞ്ജലി ദേഷ്യത്തോടെ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് പാഞ്ഞുപോയി. അവൾക്ക് പിറകെ വാടിയ മുഖത്തോടെ കാർത്തികയും. രണ്ടിൻ്റെ പോക്ക് കണ്ടതും വൈഭവിൻ്റെ മുഖത്തൊരു പുച്ഛം നിറഞ്ഞു. നിങ്ങളെ നോക്കി നിൽക്കുമായിരുന്നു ഞാൻ. എന്താ കുട്ടികളെ താമസിച്ചത്? വൈഭവും ശിവയും ഹാളിലേക്ക് കയറി വന്നതും അവരെ കാത്തിരുന്ന മുത്തശ്ശി ചോദിച്ചു. ഹെഡ് ഓഫീസിൽ നിന്ന് HR വിളിച്ചിരുന്നു മുത്തശ്ശി. ഒന്ന് അവിടം വരെ ഇന്ന് പോകണം എനിക്ക്. കുറച്ച് അർജന്റ് മാറ്ററുണ്ട്. അയാളുമായി അത് സംസാരിച്ച് നിന്നതാ കുറച്ച് ലേറ്റായി. മുത്തശ്ശി ചോദിച്ചതിന് മറുപടി പറഞ്ഞ് വൈഭവ് മുകളിലേക്ക് കയറാൻ തുടങ്ങിയതും ഉണ്ണി അവിടെ നിൽക്കാ, നിനക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. മുത്തശ്ശി അവനെ പിറകിൽ നിന്ന് വിളിച്ചു. കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിരുന്നു പോകുന്ന ചടങ്ങുണ്ട്. നീ ശിവമോളെയും കൂട്ടി മോളുടെ വീട്ടിലേക്ക് പോകണം. മുത്തശ്ശി പറഞ്ഞു നിർത്തിയതും ശിവയുടെ നോട്ടം വൈഭവിലേക്ക് നീണ്ടു. ആലോചിക്കാം. കടുപ്പത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം പടികൾ കയറി മുകളിലേക്ക് പോയി. അവൻ വന്നോളും കുട്ടി. ഇപ്പോൾ ഇങ്ങനെ മുരട് വർത്തമാനമൊക്കെ പറയുന്നതേ ഉള്ളൂ, മുത്തശ്ശി ശിവയോട് പറഞ്ഞു. ആ മുരടം വന്നില്ലേൽ അങ്ങേരെ പിടിച്ച പിടിയാലെ കൊണ്ടുപോകാൻ നിക്കറിയാം. മുകളിലേക്ക് കയറിപ്പോയ വൈഭവിനെ ചുഴിഞ്ഞു നോക്കി ശിവ മനസ്സിൽ പറഞ്ഞു. എന്താ കുട്ടി ആലോചിക്കുന്നേ? വിഷമമായോ അവൻ പറഞ്ഞത് കേട്ടിട്ട്? ഇല്ല മുത്തശ്ശി. മുത്തശ്ശി പറഞ്ഞ പോലെ കുറച്ച് മുരട് സ്വഭാവം ഉണ്ടെന്നേ ഉള്ളൂ. ഡോക്ടർ വന്നോളും. മിണ്ടാതെ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ശിവയെ നോക്കി മുത്തശ്ശി ചോദിച്ചതും അവളൊരു ചിരിയോടെ അവരോട് പറഞ്ഞു. സേതുവച്ച. എന്താ ചിത്തു? രാത്രിയിൽ തൻ്റെ മുറിയിലേക്ക് കയറാനായി തുടങ്ങിയ സേതുവിനെ ചൈത്ര വിളിച്ചു. ജാനുമ്മ പറഞ്ഞ് നാളെ ശിവയും വൈഭവ് സാറും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. അത് ശരിയാണോ? വൈഭവിൻ്റെ മുത്തശ്ശനെ ഞാൻ രാവിലെ വിളിച്ചിരുന്നു. കുട്ടികളെ വിരുന്നിന് വിടുന്നതിൻ്റെ കാര്യം പറയാം. നാളെ തന്നെ വിട്ടേക്കാമെന്ന് പുള്ളി എന്നോട് പറഞ്ഞു. അല്ല, അപ്പോൾ ഇങ്ങോട്ട് വരാൻ വൈഭവ് ഡോക്ടർ സമ്മതിച്ചോ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചേ? ചൈത്ര ഒരു സംശയത്തോടെ ചോദിച്ചത് കേട്ട സേതു അവളോട് ചോദിച്ചു. അല്ല, ഡോക്ടർ നല്ല തിരക്കുള്ള ആളല്ലേ, അതാ. അതൊന്നും സാരമില്ല. അവർ രണ്ടാളും നാളെ വരും. നിനക്കും കാണേണ്ടേ നിന്റെ കൂട്ടുകാരിയെ? സേതു ചൈത്രയുടെ നെറുകയിൽ ഒന്ന് തലോടി പറഞ്ഞതും അവളൊരു പുഞ്ചിരിയോടെ വേണം എന്ന് തലയാട്ടി. എന്നാ എൻ്റെ കുട്ടി വിഷമിക്കാതെ പോയി കിടന്നോ. നാളെ നിന്റെ ശിവയും ഭർത്താവും ഇവിടെ എത്തിയിരിക്കും കേട്ടോ. സേതു പറഞ്ഞത് കേട്ടതും സന്തോഷത്തോടെ ചൈത്ര തൻ്റെ മുറിയിലേക്ക് പോയി. അവൾ പോയതും അത്രയും നേരം ചിരിയോടെ ഇരുന്ന സേതുവിൻ്റെ മുഖം മാറി.
അവിടെ ഗൗരവം നിറഞ്ഞു. അയാൾ നേരെ തൻ്റെ മുറിയിൽ കയറി വാതിൽ അകത്തുനിന്ന് ലോക്ക് ചെയ്തു. ശേഷം അലമാര തുറന്ന് ലോക്ക് ചെയ്ത് വെച്ചിരുന്ന അതിലെ ചെറിയ കബോർഡ് തുറന്ന് അതിൽ നിന്ന് ചുവന്ന തുണിയിൽ പൊതിഞ്ഞ ഒരു സാധനം കയ്യിലെടുത്തു. ആ പൊതിക്കെട്ട് പയ്യെ സേതു അഴിച്ചു. അതൊരു ചെറിയ മൺകുടമായിരുന്നു. ഒരു ചുവന്ന തുണി കൊണ്ട് വാ മൂടി കെട്ടിയ ഒരു ചിതാഭസ്മക്കുടം. നിന്റെ മോള് നാളെ വരും ശിവ. മാണിക്യമംഗലത്തെ കൊച്ചു തമ്പുരാനെയും കൂട്ടി. നാളെ അവൾ ഇവിടെ എത്തും. ചുവന്നു കലങ്ങിയ കണ്ണിൽ കത്തുന്ന കോപത്തോടെ ആ മൺകുടം നോക്കി സേതു പറഞ്ഞു. എനിക്കറിയാം, ഇത് അത്യാവശ്യമൊന്നും ഉണ്ടായിട്ട് പോയതല്ല. മനഃപൂർവ്വം അയാളെ മുങ്ങിയതാ എൻ്റെ കൂടെ വീട്ടിൽ വരാതിരിക്കാൻ. ഉള്ളിലെ ദേഷ്യം മതിവരാത്ത ശിവ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് പിറുപിറുത്തു. ഇന്ന് തന്നെ വീട്ടിൽ വിരുന്നിന് പോകുന്ന കാര്യം മുക്കിയും മൂളിയും ഇന്നലെ മുതൽ വൈഭവിനോട് പറയുന്നതാണ്. മുത്തശ്ശിയും അപ്പമ്മയും ഒക്കെ പറഞ്ഞപ്പോൾ അവൻ്റെ ഭാഗത്തുനിന്ന് പാതി സമ്മതവും കിട്ടിയതാണ്. അതിൻ്റെ സന്തോഷത്തിലിരുന്നപ്പോഴാണ് രാവിലെ തന്നെ ഒരു എമർജൻസി ഉണ്ടെന്ന് വൈഭവ് ശിവയോട് പറയുന്നത്. അവൾക്ക് തിരിച്ചൊന്ന് പറയാനുള്ള സമയം പോലും നൽകാതെ അവൻ ഇപ്പോൾ ഇറങ്ങിപ്പോയി. ആ ദേഷ്യത്തിലാണ് അവൾ. തന്നോട് ഞാൻ അന്ന് പറഞ്ഞതാ, നേരെ വാ നേരെ പോയെന്ന്. താൻ മര്യാദയ്ക്ക് നിന്നാൽ ഞാനും ഇവിടെ മര്യാദയ്ക്ക് നിൽക്കുമെന്ന്. ഇതിപ്പോൾ താൻ തെറ്റിച്ചു മിസ്റ്റർ ഡോക്ടറെ. ഇനി ഞാൻ കാണിച്ചു തരാം. അവൾ കലിപ്പോടെ പറഞ്ഞു തീർന്നതും ശിവയുടെ ഫോൺ റിങ് ചെയ്തു. മിസ്റ്റർ ഡോക്ടർ എന്ന് ഫോണിൽ തെളിഞ്ഞതും ശിവയുടെ കണ്ണുകൾ ഒന്ന് വികസിച്ചു. ഹലോ. അവൾ വേഗം കോൾ അറ്റൻഡ് ചെയ്തു. എമർജൻസി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. ഒരു ഓപ്പറേഷൻ ഉണ്ട്, ഒഴിവാക്കാൻ പറ്റില്ല. തനിക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ജസ്റ്റ് ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ചു നോക്കിക്കോ. സോ താൻ അപ്പുവിനെയും കൂട്ടി പൊയ്ക്കോ. ഞാൻ വരാൻ കുറച്ച് ലേറ്റാവും. സിദ്ധുവിനെ പറഞ്ഞ് ഏൽപ്പിച്ചോളാം. ഓക്കെ. ഗൗരവത്തിൽ കടുപ്പിച്ച സ്വരത്തോടെ അത്രയും മാത്രം പറഞ്ഞ് വൈഭവ് ഫോൺ വെച്ചു. ശിവയുടെ മുഖം ഒന്ന് തിളങ്ങി. അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഡോക്ടർ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്ന് താൻ ഇപ്പോൾ ആഗ്രഹിച്ചോ? ഒരു എക്സ്പ്ലനേഷൻ തനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന് ഓർത്തോ താൻ? അറിയില്ല. പക്ഷേ ഡോക്ടർ ഇന്നലെ വരാമെന്ന് പറഞ്ഞതിലും സന്തോഷം ഇപ്പോൾ അവൻ തന്നെ വിളിച്ചപ്പോൾ തോന്നിയതായി അവൾ ഓർത്തു. എന്താണ്, പകൽ സ്വപ്നം കാണുവാണോ എൻ്റെ കുട്ടി? പെട്ടെന്ന് മുത്തശ്ശിയുടെ ചോദ്യം കേട്ടതും ശിവ ഒന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഏയ്, അതൊന്നുമില്ല മുത്തശ്ശി, ഞാൻ ചുമ്മാ. അവളൊന്ന് വിക്കിയതും മുത്തശ്ശി ചിരിച്ചു. ഞാൻ വന്നത് ദാ ഈ ആഭരണങ്ങൾ മോൾക്ക് തരാനാ. കയ്യിലെ ആഭരണപ്പെട്ടി ശിവയ്ക്ക് നേരെ നീട്ടി മുത്തശ്ശി. ശിവ അന്ന് കല്യാണത്തിന് കൊടുത്ത ആഭരണങ്ങൾ അവൾ ഊരി മുത്തശ്ശിയുടെ പക്കൽ തന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു. മുത്തശ്ശി, ഇതെല്ലാം ഇപ്പോൾ? കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വീട്ടിൽ പോകുമല്ലേ? അപ്പോൾ അത്യാവശ്യ സ്വർണ്ണമൊക്കെ ഇട്ട് നന്നായി അണിഞ്ഞൊരുങ്ങി വേണം പോകാൻ, കേട്ടോ? മുത്തശ്ശി സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ആ ആഭരണങ്ങൾ ഓരോന്നും എടുക്കാൻ തുടങ്ങി. ആ റൂമിൻ്റെ മുൻപിൽ കൂടി പോയ വിദ്യ ആ കാഴ്ച കണ്ടു. അമ്മ അവൾക്ക് ആഭരണങ്ങൾ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് കണ്ടതും അവരുടെ മുഖമെല്ലാം ദേഷ്യം കൊണ്ട് ഇരുണ്ടു മൂടി. ഓ, ഉള്ള സ്വർണം മുഴുവൻ അപ്പോൾ ഇവൾക്ക് കൊടുക്കുക അല്ലേ? ഇല്ല, എൻ്റെ മോൾക്ക് കിട്ടേണ്ട സൗഭാഗ്യം എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഇവൾക്ക് അനുഭവിക്കാൻ ഞാൻ വിട്ടുകൊടുക്കില്ല. നോക്കിക്കോ. പകയോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് വിദ്യ അവിടെ നിന്നും ചാടി തുള്ളിപ്പോയി. എനിക്കിതൊന്നും ഇപ്പോൾ വേണ്ട മുത്തശ്ശി. ഇങ്ങനെ ആഭരണമൊന്നും ഇട്ട് ശീലമില്ല എനിക്ക്, ശിവ ഒരു മുഷിപ്പോടെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. മുഴുവനൊന്നും വേണ്ട. നല്ല 1-2 എങ്കിലും ഇടണം. മുത്തശ്ശി വിടുന്നില്ലെന്ന് മനസ്സിലായതും ശിവ ആ പെട്ടിയിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ ഒരു മാലയിൽ ഉടക്കി. എനിക്കിത് മതി മുത്തശ്ശി, ഇതെനിക്ക് ഇഷ്ടമായി. ചിരിയോടെ ശിവ ആ മാല കയ്യിലെടുത്ത് പിടിച്ചു. പച്ച മരതകക്കല്ല് പിടിപ്പിച്ച ചെറിയ മുല്ലമുട്ടു മാലയായിരുന്നു അത്. ആ മാല കണ്ടത് മുത്തശ്ശിയുടെ കണ്ണുകൾ ഒന്ന് വിടർന്നു. ഇത് ആരുടെ മാലയാണെന്ന് അറിയുമോ മോൾക്ക്? മാലയെ ചൂണ്ടി മുത്തശ്ശി ശിവയോട് ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലയാട്ടി. എൻ്റെ വാമികയുടെ മാലയാ ഇത്. അവൾക്ക് 18 തികഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യിപ്പിച്ചതാ ഈ മാല. അവളും മോളെപ്പോലെയായിരുന്നു. പണ്ടാഭരണങ്ങളോടൊന്നും അങ്ങനെ കമ്പം തീരെയില്ല. ഞാൻ നിർബന്ധിച്ചാലേ വല്ലതും ഇടും, അതും ഇതുപോലെ ചെറിയ എന്തേലും. മുത്തശ്ശി വാമികയമ്മയെപ്പറ്റി വാ തോരാതെ പറയുന്നത് ഒരു ചിരിയോടെ ശിവ കേട്ടിരുന്നു. മുത്തശ്ശി അമ്മ ചെറുപ്പം തൊട്ടേ സംസാരിക്കില്ലേ? ശിവ ഒരു പതർച്ചയോടെ ചോദിച്ചതും മുത്തശ്ശിയുടെ മുഖത്തെ ചിരി മാഞ്ഞു. സംസാരിക്കില്ല എന്നോ? വായാടിയായിരുന്നു അവൾ. വാ തോരാതെ ഒരുപാട് സംസാരിക്കുന്ന പെണ്ണായിരുന്നു ചെറുപ്പം മുതലേ. പക്ഷേ കഴിഞ്ഞ 10-22 കൊല്ലമായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ നാവിൽ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. കണ്ണുകൾ നിറച്ച് മുത്തശ്ശി പറയുന്നത് കേട്ടതും ശിവ ഞെട്ടിപ്പോയി. അവൾ ഇത്രയും നാൾ ഓർത്തത് വാമിയയ്ക്ക് ജന്മന സംസാരശേഷി ഇല്ല എന്നാണ്. ശിവമോളെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴുമൊക്കെ എന്താണെന്ന് അറിയില്ല, എനിക്ക് എൻ്റെ കുട്ടിയുടെ പ്രകൃതമായിട്ട് എപ്പോഴും തോന്നും. ആ, അതൊക്കെ ഒരു വിധി. അല്ല, മോള് പോകാൻ ഒരുങ്ങി. ഞാൻ പോയി അപ്പുപെണ്ണിനെ പറഞ്ഞു വിടാം മോളെ സഹായിക്കാൻ. ശിവ വീണ്ടും എന്തോ ചോദിക്കാൻ തുടങ്ങിയത് മുത്തശ്ശി ആ സംസാരം നിർത്തി എഴുന്നേറ്റു. ശിവ തല ഒന്നാട്ടി. മുത്തശ്ശി മുറിയിൽ നിന്ന് പോയതും ശിവ ആകെ അസ്വസ്ഥയായി. വാമിക അമ്മയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്ന ചിന്ത അവളെ ഉഴറ്റി.